സംസ്ഥാന സർക്കാരിനെയും വനം വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് CAG റിപ്പോർട്ട്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. വന്യജീവി ആക്രമണത്തിൽ 445 പേരുടെ ജീവൻ നഷ്ടമായി. വനേതര ഭൂമി വേർതിരിക്കാനായില്ലെന്നും വനമേഖലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞില്ലെന്നും CAG റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിലാണ് CAGയുടെ അതിരൂക്ഷ വിമർശനം. കയ്യേറ്റം തടയാതിരുന്നത് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കി. ഉൾക്കാട്ടിൽ മൃഗങ്ങൾക്ക് വെള്ളവും ആഹാരവും വനം വകുപ്പ് ഉറപ്പുവരുത്തിയില്ല. ഇത് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനിടയാക്കി. ഇതോടെ കാര്യങ്ങൾ മനുഷ്യ വന്യജീവി സംഘർഷത്തിലേക്ക് നയിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആനത്താരകൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. വന്യജീവി സെൻസസ് കൃത്യമായി നടപ്പാക്കിയില്ല. വനഭൂമി വനേതര പ്രവർത്തനങ്ങൾക്ക് നൽകി. വയനാട്ടിലെ വനവിസ്തൃതി 1950-ൽ 1811.35 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നത് 2021-ൽ 863.86 സ്ക്വയർ കിലോമീറ്ററായി കുറഞ്ഞുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ 2017 മുതൽ 2021 വരെ 29,798 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 445 പേരുടെ ജീവൻ നഷ്ടമായി. വയനാട്ടിൽ മാത്രം 6,161 കേസുകൾ. മുഴുവൻ കേസുകളിൽ 12.48% കേസുകളും വയനാട്ടിൽ നിന്നാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.